രാഹുൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ MV ജയരാജന്റെയും പിന്നെ MV ഗോവിന്ദന്റെയും ഒക്കെ പരാമർശങ്ങൾ നമ്മൾ കണ്ടു. പാർട്ടിയിൽ നിന്ന് പോയ പലരെയും, അതായത് TK ഗോവിന്ദൻ അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണൻ, ഇവരെല്ലാം തെറ്റുതിരുത്തി തിരിച്ചു വരികയാണെങ്കിൽ അവരെ സ്വീകരിക്കാൻ തയ്യാറാണെന്നുള്ളൊരു പരാമർശം നടത്തി. അതിനൊപ്പം തന്നെ G സുധാകരനെ ഒന്ന് ചെറുതായിട്ട് കൊട്ടിപ്പോവുകയും ചെയ്തു. ഇപ്പോൾ G സുധാകരൻ തിരികെ ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ്. ഈ MV ഗോവിന്ദന് എന്ത് യോഗ്യതയാണ് പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കാനുള്ളത് എന്ന്. അപ്പോൾ ആ പാർട്ടിയുടെ തന്നെ സമുന്നതനായ നേതാവായിരുന്ന ഇപ്പോൾ UDF-നൊപ്പം നിൽക്കുന്ന G സുധാകരൻ പോലും പറയുകയാണ്, നേരിട്ട് ചോദിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ സഖാക്കൾക്ക് ഇത് ചോദിക്കാൻ മടിയായിരിക്കും, പക്ഷേ G സുധാകരൻ കൃത്യമായി ചോദിക്കുകയാണ്, അല്ലയോ MV ഗോവിന്ദ, താങ്കൾക്ക് എന്ത് യോഗ്യതയാണ് ആ കസേരയിൽ ഇരിക്കാനെന്ന്. അത് G സുധാകരൻ മാത്രമല്ല, ഇന്ന് കൃത്യമായിട്ട് TK ഗോവിന്ദൻ അദ്ദേഹത്തിന് ഗോവിന്ദ മാഷിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാനും ഗോവിന്ദ മാഷിനെ പോലെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കറിയാം ഗോവിന്ദ മാഷ് നമ്മൾ തമ്മിൽ ഒരുമിച്ച് തുടങ്ങിയ പാർട്ടി ബന്ധമാണ്. അപ്പോൾ ഒരേ കാലഘട്ടത്തിലാണ് ഇവർ തുടങ്ങിയത്. ഗോവിന്ദ മാഷിൻ്റെ ആത്മാർത്ഥതയും എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇന്ന് കൃത്യമായിട്ട് PK ശശി ഒരു കാര്യം പറയുന്നുണ്ട്, ബ്രസീൽ വിടവാങ്ങിയതുപോലെ CPM വിടവാങ്ങും. ഇപ്പോ ഗോവിന്ദ മാഷിന് PT മാഷിന്റെ ഒരു ചുമതല മാത്രമാണ് ഉള്ളതാണ് പറയുന്നത്. അപ്പം ഗോവിന്ദ മാഷിന്റെ നിലപാടുകളാണ് പലപ്പോഴും വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഗോവിന്ദ മാഷ് പറയുന്നത്, തെറ്റിതിരുത്തി വരുന്നവരെ ഞങ്ങൾ അംഗീകരിക്കും. കാരണം ഇത്രയും കാലം എന്തായിരുന്നു, പോകുന്നവനൊക്കെ പുറത്ത്, കൊള്ളിപ്പുറത്ത്. അതെ, ഇതായിരുന്നു നിലപാട്, CPM-ന്റെ മുഴുവനായുള്ള നിലപാട്. ഇപ്പോൾ ബിനീഷ് കോടിയേരിയുടെ കാര്യം തന്നെ നമുക്കെടുക്കാം. എത്ര കാലം അദ്ദേഹം വെയിറ്റ് ചെയ്തു പാർട്ടിയിലേക്ക് ഒരു അംഗത്വത്തിന് വേണ്ടിയിട്ട്. അതേപോലെ സുരേഷ്, അദ്ദേഹം നിയമസഭയിലേക്ക് പ്രാവശ്യം മത്സരിച്ച ഒരാളാണ്. അദ്ദേഹം എത്ര കാലം അദ്ദേഹം ഈ പാർട്ടി പദവിയിലേക്ക് വരാൻ വേണ്ടി, അല്ലെങ്കിൽ പാർട്ടി അംഗത്വം നേടാൻ വേണ്ടി എത്ര കാലം അദ്ദേഹം കാത്തിരുന്നു. ഇവരെ എല്ലാം എന്തുകൊണ്ടാണ് പാർട്ടി അംഗത്വം കൊടുക്കാതെ മാറ്റി നിർത്തിയിരുന്നത്? അത് CPM-നെ സംബന്ധിച്ച് CPM-നെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയുന്ന പോലെ അടച്ചാക്ഷേപിക്കും അവർക്കെതിരെ. നമുക്കറിയാം പയ്യന്നൂരിൽ എങ്ങനെയാണ് കുഞ്ഞികൃഷ്ണൻ ഒരു വിമത സ്ഥാനാർത്ഥിയായിട്ട് മാറുന്നത്. കുഞ്ഞികൃഷ്ണന്റെ വീട്ടിലേക്ക് സമരം നടത്തുകയാണ്. എങ്ങനെയാണ് സമരം നടത്തുന്നത്? മരിച്ചു കിടക്കുമ്പോൾ വെക്കുന്ന റീത്തുമായിട്ട് വന്നിട്ട് റീത്ത് വെച്ചിട്ടാണ് സമരം ചെയ്യുന്നത്. അപ്പോൾ ഈ റീത്ത് ഇവിടേക്ക് മാത്രമല്ല, അല്ല, പടക്കം മതിലിടിക്കുന്നു, മതില് പൊളിച്ചു കളയുന്നു, വണ്ടി കത്തിക്കുന്നു, അങ്ങനെ പലതരത്തിലുള്ള പടക്കം പൊട്ടിച്ചിട്ട് പറയുന്നുണ്ട്, ഇത് പടക്കം ഞങ്ങൾ വീടിന്റെ മുന്നിലിട്ടത് സൂചന മാത്രമാണ്, ഇനി വേണമെങ്കിൽ അകത്തോട്ട് വരും എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് പടക്കത്തിനപ്പുറത്തേക്ക് ബോംബും ഞങ്ങൾ എറിയും എന്ന് പറയുന്നൊരു ഭാഷ്യമായിരുന്നു CPM ഉണ്ടായത്. അങ്ങനെ CPM CPM-നെ വിമർശിച്ചതിന്റെ പേരിൽ പുറത്തേക്ക് പോയ എത്ര ആളുകളാണ്. ഇപ്പോൾ G സുധാകരൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ CPM-ന്റെ നേതൃത്വത്തിനുള്ളിലെ അതൃപ്തിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇതിനെ വിമർശിക്കാൻ കഴിയുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇപ്പോൾ പിണറായി വിജയൻ എന്തിന് വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിച്ചു, അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയായി എന്തുകൊണ്ട് MV ഗോവിന്ദൻ തുടരുന്നു എന്നീ ചോദ്യങ്ങളെല്ലാം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. പക്ഷെ അത് ചോദിക്കാനുള്ള ഭയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇത്രത്തോളം നാശത്തിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ പുറത്തെത്തിയ ഒരാൾ വീണ്ടും നിന്ന് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് സാധിക്കുക എന്ന്. കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് കാണുകയാണ്, MV ഗോവിന്ദനെയും അതുപോലെ തന്നെ പിണറായി വിജയനെയും ആ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ നേതൃമാറ്റത്തിന് തയ്യാറാകുന്ന സാഹചര്യമല്ല ഇവിടെ ഉള്ളത്. അതിന് ബദലായി CPM-നുള്ളിൽ തന്നെ ഒരു ചേരി രൂപപ്പെടുകയാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. M സ്വരാജ് ഉൾപ്പെടെ, ബാലഗോപാൽ ഉൾപ്പെടെ, നിയമസഭയിൽ ബാലഗോപാൽ പിണറായി വിജയനോട് കയർക്കുന്ന ചെറിയൊരു ദൈർഘ്യമുള്ളൊരു ദൃശ്യമൊക്കെ നമ്മൾ കണ്ടതാണ്, വീഡിയോ നമ്മൾ കണ്ടതാണ്. അപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഈ പറഞ്ഞ ഈ നേതൃത്വത്തിനോടുള്ള ഒരു വെറുപ്പ്, ഒരു അതൃപ്തി വ്യക്തമായി തന്നെയുണ്ട്. അപ്പോൾ പാരലൽ ആയിട്ടൊരു സിസ്റ്റം തന്നെ രൂപപ്പെടുന്നു. CPM രണ്ടായി പിരിയാനുള്ള സാധ്യതയുണ്ടാകുന്നു. ഒന്ന് ധാർഷ്ട്യത്തിന്റെ പക്ഷവും മറ്റൊന്ന് പണ്ട് പ്രഖ്യാപിച്ചിരുന്ന, അല്ലെങ്കിൽ പണ്ട് ഇവർ ഉയർത്തിപ്പിടിച്ചിരുന്ന ആശയമായ തൊഴിലാളികളുടെ പക്ഷം എന്ന് പറയുന്ന രണ്ട് ചേരികളായി രൂപപ്പെടാൻ പോവുകയാണ്. പക്ഷെ അപ്പോഴും ഇവരുടെ പറഞ്ഞ ആശയങ്ങളിൽ ഒരു മാറ്റം വരുന്നില്ല, ഇവരുടെ രീതികളിൽ ഒരു മാറ്റം വരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ, അതായത് കഴിഞ്ഞു പോയിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 ചേരി ഉണ്ടായിരുന്നു. ആ 2 ചേരിയിൽ ഒരു ചേരി UDF-നാണ് വോട്ട് ചെയ്തത്. അതുകൊണ്ടാണ് UDF 102 എന്ന് പറയുന്ന സീറ്റിലേക്ക് വിജയിച്ചത്. അല്ലെങ്കിൽ മേഘയ്ക്ക് തോന്നുന്നുണ്ടോ 102 എന്ന് പറയുന്ന സീറ്റ് കിട്ടാൻ UDF അത്രത്തോളം
അല്ലെങ്കിൽ UDFിനെ അത്രത്തോളം ജനങ്ങൾ സപ്പോർട്ട് ചെയ്തിരുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. പക്ഷെ അത് CPM-ന്റെ രണ്ട് ചേരികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ പാർട്ടി പ്രവർത്തകർ മാറിക്കുത്തിയിട്ടുണ്ട്, പക്ഷെ അത് ചേരിയുടെ ഭാഗമൊന്നുമായിരുന്നില്ല. ഈ പറഞ്ഞ CPM-ന് വോട്ട് ചെയ്യേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു. അതിനുശേഷമുള്ള പഠനങ്ങൾക്ക് ശേഷമാണ് ഈ പറഞ്ഞ പിണറായിയും MV ഗോവിന്ദനുമാണ് പാർട്ടിയിലെ തെറ്റെന്ന് മനസ്സിലാക്കുകയും, ഞാൻ പറഞ്ഞത് നേതാക്കൾക്കുള്ളിലെ ഒരു മാറ്റത്തെ പറ്റിയാണ്. ഇപ്പോൾ അനുയായികൾ ഇപ്പോഴും മാറി നിൽക്കുകയാണ്, അണിയറ പ്രവർത്തകർ ഇപ്പോഴും മാറി നിൽക്കുകയാണ്. ഈ അണിയറ പ്രവർത്തകരെ കൂട്ടുപിടിക്കാൻ വേണ്ടി അവരെ വീണ്ടും തിരികെ പാർട്ടിയുടെ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ നേതാക്കൾ തന്നെ മാറിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എൻ്റെ ഒരു വിലയിരുത്തൽ അനുസരിച്ച് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തൊട്ട് 2 ചേരികൾ CPM-നുള്ളിലുണ്ട്. അതായത് CPM-ന്റെ സൈലന്റ് ആയിട്ടുള്ള സഖാക്കന്മാരുണ്ടായിരുന്നല്ലോ. അതായത് ഈ ആശയങ്ങൾ പേറി ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് വർഷങ്ങളോളം പണിയെടുത്ത് അവസാന കാലഘട്ടത്തിൽ പുതിയ തലമുറയിലെ ആളുകൾ വന്നപ്പോൾ മാറ്റി നിർത്തപ്പെട്ട, മാറി നിൽക്കേണ്ടി വന്ന, ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ ബലിയാടുകളായി മാറിയ ഒരുപാട് സഖാക്കന്മാരുണ്ട്. ഇവരെല്ലാം സൈലന്റ് ആയിട്ട് മറ്റൊരു ചേരി സൃഷ്ടിക്കുകയായിരുന്നു. അതെ, അവിടെയാണ് ഞാൻ പറഞ്ഞ പ്രശ്നം ഉണ്ടാകുന്നത്. ഇവരാരും സംസാരിച്ച് അഭിപ്രായ വ്യത്യാസം പറഞ്ഞു മാറി നിന്നവരല്ല. ഇവരെല്ലാം സൈലന്റ് ആയിട്ട് കൊഴിഞ്ഞുപോയ വ്യക്തികളായിരുന്നു. വ്യക്തമായി അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തി, നിങ്ങളുടെ നേതൃത്വത്തിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല, ഈ നേതൃമാറ്റം ആവശ്യമാണെന്ന് പറഞ്ഞൊരു ചേരിയായി രൂപപ്പെടുന്നതിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് അഭിപ്രായ വ്യത്യാസം മാത്രമല്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ അപ്പുറത്തേക്ക് ആ ചേരി ബിൽഡപ്പ് ചെയ്തത് നമുക്കറിയാം. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ ആ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബുക്ക് പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വന്ന ദിവസങ്ങളിൽ വന്നിട്ടുള്ള ആളുകളെ ശ്രദ്ധിച്ചാൽ മതി. ആ വന്നിട്ടുള്ള ആളുകൾ മിക്കവരുമല്ല, ആ ഭൂരിപക്ഷം ആളുകളും CPM-ന്റെ അനുകൂലികളാണ്, CPM-ന് വേണ്ടി പണിയെടുത്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരെല്ലാം വന്നിട്ട് ഇദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേരളത്തിൻ്റെ ഇപ്പോൾ പി കെ ശശിയും പാലക്കാട് ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അനുയായികളോട് പുതിയ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് ചർച്ച എടുത്ത്. അപ്പോൾ ഓരോ ജില്ലകളിലും ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏത് ജില്ലയിലാണ്? എല്ലാ ജില്ലയിലും ഓരോ വിമതർ വെച്ചുണ്ടായില്ലേ? അപ്പോൾ ഓരോ ജില്ലയിലും ഓരോ വിമത സ്ഥാനാർത്ഥികൾ വെച്ചുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ 2 പക്ഷം ഉണ്ടായി കഴിഞ്ഞു എന്നാണ് യാഥാർത്ഥ്യം. പിന്നീട് അത് നമുക്ക് ഇപ്പോഴും 2 പക്ഷം ഉണ്ട് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. നമുക്ക് കാണുമ്പോൾ CPM എന്ന് പറയുന്ന ഒറ്റ പാർട്ടി മാത്രമേ ഉള്ളൂ. ഇപ്പോഴും 2 പക്ഷമുണ്ട് എന്ന് നമ്മൾ ചർച്ചയിൽ പോലും പറയേണ്ട ഒരു അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണ്? അതിനകത്ത് നമുക്ക് തെളിഞ്ഞു കാണാം എന്തുകൊണ്ടാണ് പിണറായി വിജയനെയും MV ഗോവിന്ദനെയും മാത്രം കുറ്റം പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. ഇവർ രണ്ടുപേരും മാത്രമാണോ പാർട്ടിയെ നിയന്ത്രിച്ചത്? ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഈ ചേരിയുടെ കാര്യം പറഞ്ഞത് കഴിഞ്ഞ ദിവസത്തെ മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. MV ഗോവിന്ദനെയും പിണറായി വിജയനെയും മാറ്റി നിർത്തിക്കൊണ്ട് CPM-ന്റെ ഉള്ളിൽ തന്നെ മറ്റൊരു പാർട്ടിയായി രൂപീകരിക്കുന്നതിനെ പറ്റിയും അതിന് MA ബേബി അനുഗ്രഹാശിസുകൾ നൽകിയതിനെ പറ്റിയും ബാലഗോപാൽ അടക്കം M സ്വരാജ് അടക്കമുള്ള നേതാക്കൾ ഈ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തു എന്നതടക്കമുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിച്ചത്. ഇതിൽ ഇപ്പൊ രാഹുൽ പറഞ്ഞത് എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ മണ്ഡലങ്ങളിലും ഈ പാർട്ടിയിൽ 2 ചേരിയായി പ്രവർത്തിച്ച ഒരു പ്രവർത്തന മേഖലയിൽ 2ആയി തിരിഞ്ഞ് പ്രവർത്തിച്ചതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഈ ചേരികളുടെ ഒരു പിൻബലം ഉണ്ടായതുകൊണ്ടാണ് ഇവർക്ക് മറ്റൊരു മീറ്റിംഗ് കൂടാനും ആ രീതിയിലേക്ക് പോകാൻ കഴിയുന്നത്. ഒരിക്കലുമല്ല നേതൃമാറ്റം ആവശ്യമാണ് എന്നുള്ളൊരു ധാരണ കൊണ്ടാണ്. അത് ഇപ്പോ CPM എന്ന പാർട്ടിയോടുള്ള പ്രശ്നമല്ല. ഈ പറഞ്ഞ ബാക്കി പാർട്ടിയുടെ മുഴുവൻ പ്രശ്നം എന്ന് പറയുന്നത് പിണറായി വിജയനും MV ഗോവിന്ദൻ മാഷും ആണെന്നുള്ള ഒരു ധാരണയിലേക്ക് ഇവരെല്ലാം എത്തിച്ചേർന്നു. ഇവർ ഈ ധാരണയിൽ എത്തിച്ചേർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ ചേരി തീരുമാനിച്ചത്. ഈ പറഞ്ഞ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണന്റെ കാര്യമാണെങ്കിലും TK ഗോവിന്ദന്റെ കാര്യമാണെങ്കിലും അവിടെ സപ്പോർട്ട് ചെയ്ത CPM അനുയായികളുടെ പ്രശ്നം എന്ന് പറയുന്നത് പാർട്ടിയായിരുന്നു. ഈ പാർട്ടിയുടെ പ്രശ്നം എന്താണെന്നുള്ളത് ക്ലോസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. അത് വിരൽ ചൂണ്ടുന്നത് പിണറായിയിലേക്കും MV ഗോവിന്ദനിലേക്കും ആകുന്നു. അവർ നേതൃമാറ്റത്തിന് തയ്യാറാകുന്നില്ല. അപ്പോൾ മറ്റ് നേതാക്കൾ, ഇപ്പോൾ CPI-യുടെ നേതാക്കളും CPM-ന്റെ ഒരു വിഭാഗം നേതാക്കൾ M സ്വരാജ് അടക്കം KN ബാലഗോപാൽ അടക്കമുള്ള പല നേതാക്കളും ഒത്തുകൂടി ചർച്ച ചെയ്ത് ഇത് മാറി ചിന്തിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു ധാരണയിലെത്തുന്നു. അതെ, ഇപ്പോൾ CPI-ലാണെങ്കിൽ പോലും ഉപപ്രതിപക്ഷ സ്ഥാനം വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൊടുക്കാൻ CPM തയ്യാറാകുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. CPM-നെ സംബന്ധിച്ച് ഇപ്പോഴും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ്. പിണറായി വിജയന്റെ കയ്യിൽ നിന്നും ഈ പാർട്ടി സംവിധാനം മാറിയിട്ടില്ല. പിണറായി വിജയനും MV ഗോവിന്ദൻ മാഷും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇപ്പോഴും ഇവർ തന്നെയാണ്. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും പാർട്ടി സംവിധാനം മാറണം. ഇപ്പോൾ എന്തുകൊണ്ടാണ് KN ബാലഗോപാലിൻ്റെ പേര് പറയുമ്പോൾ വെട്ടിക്കളയാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ള രീതിയിൽ കണ്ണൂർ ലോബിയുണ്ട്. CPM-നകത്ത് കണ്ണൂർ ലോബിയും കൊല്ലം ലോബിയുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ എപ്പോഴും ഒരു സംഘർഷമുണ്ട്. ആരാണ് അധികാരത്തിലേക്ക് വരുന്നത്? കണ്ണൂർ ലോബി എപ്പോഴും പാർട്ടി സെക്രട്ടറി സ്ഥാനം അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രധാന പദവികളൊന്നും വിട്ടുകൊടുക്കാൻ ഈ കണ്ണൂർ വിഭാഗത്തു നിന്നുള്ള ആളുകൾ പലപ്പോഴും തയ്യാറാവുന്നില്ല.
അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ അപ്പോൾ അങ്ങനെ രണ്ട് ചേരികൾ പലപ്പോഴും ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ആശയം, അതായത് പിണറായി വിജയൻ ഈ പാർട്ടിയെ നശിപ്പിച്ചു, അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ കയ്യിൽ നിന്നും ഒരു സമരം നടത്തി ഇത് നമ്മൾ തിരിച്ചെടുക്കണം എന്ന് പറയുന്ന രീതിയിലേക്കാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ ഈ സമരം ചെയ്ത് തിരിച്ചെടുക്കാൻ നിൽക്കുന്ന ടീമിലുള്ളത് ആരൊക്കെയാണ്? എം സ്വരാജിനെ പോലുള്ള സഖാക്കൾ, രാഷ്ട്രീയ തോൽവിയായി മാറിയ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ഒരിടത്ത് പഞ്ചായത്തിൽ പോലും നിൽക്കാൻ കഴിയാത്ത ഒരാളാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്. ധാർഷ്ട്യത്തിന്റെ രണ്ടാം മുഖമാണ്. ഇവിടെ ഡിഗ്രി കുറഞ്ഞു നിൽക്കുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞതുപോലെ ഒരു 10 വർഷം ഈ ചേരി ഇങ്ങനെ പൊങ്ങി വരികയാണെങ്കിൽ പിണറായി 2.0 എന്ന് പറയുന്ന വ്യക്തിയായി എം സ്വരാജ് മാറാനുള്ള എല്ലാ ക്വാളിറ്റീസും അദ്ദേഹത്തിനുണ്ട്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ എല്ലാ നേതാക്കളുടെയും കാര്യം ഇത് തന്നെയാണ്. അവർ തന്നെ വിചാരിക്കുന്നു, ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആര്യ രാജേന്ദ്രനെ ബ്ലെയിം ചെയ്ത പോലെയാണ് കാര്യങ്ങൾ. കേരളത്തിലെ തോൽവിക്ക് എം വി ഗോവിന്ദനും പിണറായി വിജയനും ഒക്കെ പ്രശ്നക്കാരായി എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു വലിയൊരു കോക്കസ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ മറ്റൊരു ടീം ആഗ്രഹിക്കുന്നു. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ പറഞ്ഞ തിരുത്താൻ ഇപ്പൊ ഇവർ തന്നെ പറയുന്നുണ്ടല്ലോ, തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ സ്വീകരിക്കാന്ന് പറയുന്ന പോലെ ഇവിടെ ഉള്ളവരെ നിങ്ങൾ തിരുത്തേണ്ടിയിരിക്കുന്നു. ഇതിനകത്തുള്ളവരെ ആദ്യം തിരുത്തി ശരിയാക്കൂ. പിണറായി വിജയന് കൃത്യമായിട്ട് അറിയാം, പിണറായി വിജയന്റെ കയ്യിൽ നിന്നും ഈ പാർട്ടി സംവിധാനം പോയി കഴിഞ്ഞാൽ എങ്ങനെയാണോ VS അച്യുതാനന്ദനെ അന്നത്തെ പാർട്ടി കണ്ടിരുന്നത് അല്ലെങ്കിൽ കൈകാര്യം ചെയ്തിരുന്നത്, ആ രീതിയിൽ പിണറായി വിജയനെ കൈകാര്യം ചെയ്യുന്നുള്ള ഉത്തമ ബോധ്യമുണ്ടായതുകൊണ്ടാണ് പിണറായി വിജയൻ ഇത് കൈമാറ്റം ചെയ്യാതെ ഇപ്പോഴും പ്രതിപക്ഷ നേതാവായിട്ട് ഞാൻ തന്നെ പൊക്കോളാം, വേറെ ഒരുത്തലും വേണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് അദ്ദേഹം വന്നതിന്റെ കാരണം അത് തന്നെയാണ്.